ഉപാധ്യക്ഷൻ തുഷാരപുഴാപ്പുഴയും തീരുമാനപ്രകാരം കൃത്യ സമയത്ത് തന്നെ സമ്മേളനങ്ങളിൽ എത്തിച്ചേരുന്ന അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ പരിപാടികളെ വിജയത്തിനായി വിവിധ സബ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയാം. അവരുടെ ടീമുകളുമായി ബന്ധപ്പെട്ട് ബാധ്യതകൾ ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശാഖാതലങ്ങളിൽ നിന്ന് ഒഴിച്ചുകളിൽ പ്രവേശിക്കുന്ന അവരുടെ പ്രവർത്തകർ നിർബന്ധമായും അതാത് ശാഖയിൽ തന്നിരിക്കുന്ന ID കാർഡ് 103 ശാഖായുഗത്തിന്റെ നേതാക്കന്മാരുമായി നിരന്തരമായി സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് കോട്ടയത്തിന്റെ മുന്നിൽ പുതിയ പുത്തൻ ചരിത്രം രചിക്കുന്നതിന് ചടുലമായ നേതൃത്വമരുളുന്ന ചേർത്തലയുടെ പ്രിയപുത്രൻ ശ്രീ V ശശികുമാർ അവർ ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നവരും അറിയിക്കുകയാണ്. സംഘടനാ സന്ദേശം അറിയിക്കൊണ്ട പ്രിയങ്കര SDP യോഗത്തിന്റെ ദേവസ്വം സെക്രട്ടറി ശ്രീ അരൈക്കണ്ടി സന്തോഷ് അവർ കോട്ടയത്തിന്റെ അനവധിയായ ത്യാഗോജ്ജലമായ പോരാട്ടങ്ങളിലൂടെ ഈ അപരാധി പിന്നോക്ക സമുദായത്തിന്റെ അവകാശ സമര പോരാട്ടങ്ങളിൽ അതിശക്തമായ നിലപാടെടുത്ത മാറ്റത്തിന്റെ കൊടുങ്കാറ്റായി SDP യോഗത്തിന്റെ സമാരാധ്യനായ നേതാവ് കോട്ടയത്തിന്റെ വിവിധ മേഖലകളിൽ ഡ്യൂട്ടികൾ ഏൽപ്പിച്ചിരിക്കുന്നതിന് ബാക്കി ശേഷമുള്ള എല്ലാ വോളണ്ടിയേഴ്സും കസേരകളിൽ ഇരിക്കണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. SDP യോഗത്തിന് നേതൃത്വം ദേവനിൻ മഹിമയാർന്ന കോവിലിൽ പാവന പ്രഭയഴും വിളക്കിതാ സാവധാനം അണിയൻ കൊളുത്തിനെ അല്പമെങ്കിലും അതിൻ പ്രഭാങ്കുരം സൽപ്പത്തെ ഇരുൾ തുറന്നു മെല്ലവേ ശില്പരമ്യ പദപീഠഭൂവിൽ നിന്നുൽപ്പതിച്ചു തിരുമേലെത്തണേ സേമയാർന്ന മണിഭൂഷണത്തിലും തോമനോജ്ഞ മലർമാല തന്നിലും എല്ലാവരും അതാത് ചേർന്നിരിക്കണമെന്ന് അറിയിക്കുന്നു. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ
വൻപാകെ വെടിഞ്ഞുള്ളവരുണ്ടോ ഇതുപോലെ മുൻപായി നിനച്ചൊക്കെയിലും ഞങ്ങൾ ഭരിപ്പൂ നിൻ പാവനപാദം ഗുരുനാരായണമൂർത്തേ അന്യർക്കു ഗുണം ചെയ്വതിനായു സുവപസും ധന്യർക്കു മുടങ്ങാൻ പദവസും ബലി ചെയ്വൂ സന്യാസികളില്ലെന്നോ വന്യാശ്രമമേലുന്നവരും ശ്രീ ഗുരുമൂർത്തേ വാദങ്ങൾ ചെവിക്കൊണ്ടു മതപ്പോരുകൾ കണ്ടും മോദസ്ഥിതനായങ്ങു വസിപ്പൂമല പോലെ വേദാന്തമസാരങ്ങളറിഞ്ഞങ്ങൊരുവൻ താൻ ഭേദാദികൾ കൈവിട്ടു ജയിപ്പൂ ഗുരുമൂർത്തേ മോഹാകുലരാം ഞങ്ങളെ അങ്ങേടെ അടിപ്പൂ സ്നേഹാത്മകമാകാശമതിൽ കെട്ടിയിരപ്പൂ ആഹാ ബഹുലക്ഷം ജനമങ്ങേ തിരുനാമ വ്യാഹാരബലത്താൽ വിജയിപ്പൂ ഗുരുമൂർത്തേ അങ്ങേ തിരുവുള്ളോറിയൊരൻപിൻ വിനിയോഗം ഞങ്ങൾക്കു ശുഭം ചേർത്തിടുമീ ഞങ്ങളുടെ യോഗം എങ്ങും ജനചിത്തങ്ങളിണക്കി പ്രസരിപ്പൂ മങ്ങാതെ ചിരം നിൻപുകൾ പോൽ ശ്രീ ഗുരുമൂർത്തേ നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ. നമ്മുടെ ഇന്നിന്റെ നായകനായി എത്തിച്ചേർന്നത് നമുക്കറിയാം പ്രിയപ്പെട്ട ശ്രീ സുരേഷ് പരമേശ്വരൻ അവറുകളാണ്. നമ്മുടെ തൊട്ടടുത്ത ഇന്ന് ചങ്ങനാശ്ശേരി SNDP സെക്രട്ടറിയാണ്, ചെങ്ങന്നൂർ SNDP കൺവീനറുമാണ്. ഇപ്പൊ നമ്മളെയാകെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്, ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ കഴിഞ്ഞകാല സ്മരണകൾ ഇങ്ങനെ ഇരുമ്പി ആ രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മികച്ച ഒരു ആത്മീയയാണ് അദ്ദേഹം. കേരളത്തിലും വിദേശ രാഷ്ട്രങ്ങളിലുമൊക്കെ നിരവധിയായ സ്റ്റേജുകളിൽ ശ്രീനാരായണ പ്രഭാഷണം നടത്തിയ തികച്ച വിരുഭക്തനും കൂടിയായി നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന സമ്മാനാർത്ഥനായ കോട്ടയം SNDP കൺവീനർ ശ്രീ സുരേഷ് പരമേശ്വരൻ അവരുടെ ഈ സമ്മേളനത്തിന് സ്വാഗതമാശംസനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നഗരിയും പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകനന്റെ ദൈവമല്ലോ. SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടക്കുന്ന ഈ ശാഖാ നേതൃസംഗമത്തിന് അധ്യക്ഷത വഹിക്കുന്ന SNDP യോഗത്തിന്റെ സമാദരണീയനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകൾ, ഇന്ന് നമുക്കിവിടെ സംഘടനാ വിശദീകരണങ്ങൾ നൽകുന്ന SNDP യോഗത്തിന്റെ ഉപാധ്യക്ഷൻ ഏറെ ബഹുമാനായ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർകൾ, സംഘടനാ സന്ദേശം നൽകുന്ന ശ്രീ അരേക്കണ്ടി സന്തോഷ് സാർ ഉൾപ്പെടെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ശ്രീ ശ്രീനിൽ മുണ്ടപ്പള്ളി, ശ്രീ ശശികുമാർ ഉൾപ്പെടെയുള്ള യൂണിയന്റെ ഭാരവാഹികളെ, ഏറെ പ്രിയങ്കരായ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന SNDP യോഗത്തിന്റെ കൗൺസിൽ അംഗങ്ങൾ, SNDP യോഗത്തിന്റെ ബോർഡ് അംഗങ്ങൾ, SNDP യോഗം കോട്ടയം യൂണിയന്റെ വിവിധ പോഷക സംഘടനകളുടെ ഭാരവാഹികൾ, നമ്മളുടെ 103 ശാഖകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള
ഏറെ ബഹുമാന്യരായ ശാഖയുടെ പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ തുടങ്ങിയുള്ള മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, പ്രിയങ്കരായ കുടുംബ യൂണിറ്റിന്റെ ചെയർമാൻമാർ, കൺവീനർമാർ തുടങ്ങി ഇതര പോഷക സംഘടനകളുടെ ഭാരവാഹികളെ, പ്രിയ നേതാക്കളെ, ഗുരുഭക്തരെ, വളരെ അഭിമാനം തോന്നുന്നു, വളരെ സന്തോഷം തോന്നുന്നു. കോട്ടയം യൂണിയനിൽ SNDP യോഗത്തിന്റെ നിർദ്ദേശപ്രകാരം ശ്രീ തുഷാർജി ചെയർമാനായിക്കൊണ്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം രൂപീകരിച്ചപ്പോൾ കൺവീനറായി ഇവിടെ ചാർജ് ഏൽക്കണമെന്ന് പറഞ്ഞപ്പോൾ വളരെ ആശങ്കയോടുകൂടി ഈ ചാർജ് ഏറ്റെടുക്കുകയായിരുന്നു. നിരവധിയായ പ്രതിസന്ധികളുടെ, പ്രശ്നങ്ങളിലൂടെ ഈ സമൂഹത്തിലുള്ള ക്രൂരമ്പകളേറ്റ് വെല്ലുവിളി നേരിട്ടുകൊണ്ട് ഈ സംഘടനയെ നയിക്കുന്ന ശക്തരായ നേതൃനിരയോടൊപ്പമാണ് ചേർന്ന് നിൽക്കാൻ അവസരം കിട്ടുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഭഗവത് തൃപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നാഗമ്പട്ടത്തിന്റെ മണ്ണിലേക്ക് സേവകനായി എത്തിച്ചേരുവാനുള്ള അവസരം കിട്ടിയതിൽ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു വരികയായിരുന്നു. പ്രിയമുള്ള ശാഖാഭാരവാഹികളെ, ഇക്കഴിഞ്ഞ 7-8 മാസമായിട്ട് ഈ യൂണിയനിൽ എത്തിച്ചേർന്ന് SNDP യോഗ നേതൃത്വത്തിനോടൊപ്പം നിങ്ങളെ സേവിച്ചതിൽ നിങ്ങൾ തൃപ്തരാണെന്ന് ബോധ്യപ്പെടുന്നതാണ് ഈ മഹാസദസ്. ഞാൻ ആദ്യമേ തന്നെ നിങ്ങളെ ഏവരെയും വളരെ അഭിനന്ദിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. SNDP യോഗത്തിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, പ്രിയമുള്ളവരെ, നിങ്ങളിവിടെ ഇരിക്കുന്നവർ ആരാണ് എന്ന ഒരു ബോധമാണ് നമുക്ക് ആദ്യം വേണ്ടത്. എവിടെയെങ്കിലും നിന്ന് കുറെ ആൾക്കൂട്ടം ഉണ്ടാക്കിയല്ല ഇന്നിവിടെ ഈ സഭ കൂടിയിരിക്കുന്നത്. ശാഖകളിലുള്ള നിരവധിയായ ശാഖാംഗങ്ങളുണ്ട്, യോഗാംഗങ്ങളുണ്ട്. അവരെ ആരെയും ഇന്ന് ഈ സദസ്സിലേക്ക് ക്ഷണിച്ചിട്ടില്ല. ഇന്നിവിടെ ക്ഷണിച്ചിരിക്കുന്നത് ഒരു സുരേഷ് പരമേശ്വരനോ ഈ യൂണിയന്റെ ഭാരവാഹികളോ യോഗത്തിൻ്റെതായ നേതാക്കളായി അവർ വ്യക്തിപരമായി നിങ്ങളെ ആരെയും ക്ഷണിച്ചിട്ടുള്ളതല്ല. വ്യക്തിപരമായി നിങ്ങളെ ആരെയും ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഇന്ന് നിങ്ങൾ ഈ കസേരകളിൽ ഇരിക്കുന്നെങ്കിൽ ഗുരുവിന്റെ അനുഗ്രഹത്തോടുകൂടി SNDP യോഗം എന്ന ഈ മഹാപ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു സാരഥ്യം ഏറ്റെടുത്തുകൊണ്ട് ആ സംഘടനയെ നയിക്കുന്ന നേതാക്കളാണ് ഇന്ന് മുൻനിരയിലിരിക്കുന്നത്. ഇത് നേതൃസംഗമമാണ്. പലരും ചോദിച്ചു, എന്താണ് ഈ സംഘടനയുടെ ഇത്തരത്തിലുള്ള കൂട്ടായ്മയുടെ ഉദ്ദേശം? എത്ര ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ കൂടുക? ഞാൻ പറഞ്ഞു, ഇത് ഉത്സവത്തിന്റെ ആൾക്കൂട്ടമല്ല. ഇവിടെ ഇന്ന് എത്തിച്ചേരുന്നത് SNDP യോഗത്തിന്റെ കോട്ടയം യൂണിയന്റെ സംഘടനാ പ്രവർത്തനങ്ങളെ മനസ്സറിഞ്ഞ് ചേർത്ത് പിടിച്ചിട്ടുള്ള, സംഘടനാ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ അറിയാവുന്ന SNDP യോഗത്തിന്റെ കോട്ടയം യൂണിയനിലെ ഓരോ ശാഖയിലെയും നേതാക്കൾ പങ്കെടുക്കുന്ന വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു യോഗമാണിതെന്ന് പറയുകയുണ്ടായി. ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. SNDP യോഗം ഇത്തരത്തിലൊരു നേതൃസംഗമം ശാഖാതലത്തിൽ നടത്തുവാൻ തുടക്കം കുറിച്ചപ്പോൾ ആദ്യമേ തന്നെ കോട്ടയം യൂണിയനെ തെരഞ്ഞെടുത്തതിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. കാരണം കോട്ടയം യൂണിയൻ സംഘടനാ പ്രവർത്തനത്തിൽ ചടുലതയോടെ പ്രവർത്തിച്ചിട്ടുള്ള നല്ല നേതാക്കന്മാരുള്ള ഈ കോട്ടയം യൂണിയനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ്, എല്ലാ കരുതലും നൽകിക്കൊണ്ടാണ് SNDP യോഗം തന്നെ നേരിട്ട് ഭരിക്കുന്ന കോട്ടയം യൂണിയനിൽ ആദ്യമായി ഈ നേതൃസംഗമം വെച്ചത്. ഈ നേതൃസംഗമത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്, എന്താണ് എന്റെ ഉദ്ദേശമെന്ന് അറിയിക്കുവാൻ വേണ്ടി മേഖലാ സമ്മേളനം വിളിച്ചു കൂട്ടിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷമായി. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ ഉപരിയായി ആ മേഖലാ സമ്മേളനങ്ങളിൽ ഓരോ നേതാക്കളും പങ്കെടുത്തപ്പോൾ സത്യത്തിൽ ചിന്തിച്ചു, കോട്ടയം യൂണിയനിൽ എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ തന്നെ ചിന്തിച്ചു. കാരണം കോട്ടയം യൂണിയനുള്ളവർ സംഘടനാ പാഠമുള്ളവരാണ്. കോട്ടയം യൂണിയനിലെ ഓരോ അംഗങ്ങളും സംഘടനാ പാഠമുള്ളവരാണ്. മറ്റു പല യൂണിയനുകളിൽ സ്വദേശത്തും വിദേശത്തും ഒക്കെ പോകുമ്പോൾ പലതരത്തിലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ തികഞ്ഞ സംഘടനാ ബോധവും തികഞ്ഞ ഗുരുഭക്തരായിട്ടുള്ള സംഘടനാ സ്നേഹികളാണ് കോട്ടയം യൂണിയനുള്ളത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് SNDP യോഗത്തിന്റെ സമാരാധ്യനായ ജനറൽ സെക്രട്ടറിയും തുഷാർ വെള്ളാപ്പള്ളിയും അടക്കുന്ന ഒരു നേതൃനിര ഇവിടേക്ക് കടന്നു വന്നപ്പോൾ 103 ശാഖകളും ഒറ്റക്കെട്ടായി ചേർന്നുകൊണ്ട് ഈ യോഗ നേതൃത്വത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിന്ന് നിങ്ങൾ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഇന്നിവിടെ നമ്മളൊരു ഡോക്യുമെന്ററി കണ്ടിട്ടാണ് തുടങ്ങിയത്. SNDP യോഗത്തിന്റെ ആനുകാലികമായ വിഷയങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായ വിശദീകരണം ഇവിടെ ഉപാധ്യക്ഷൻ നൽകുന്നുണ്ട്. ചിന്തിക്കണം, നമ്മുടെ സംഘടനയുടെ ശില്പി, SNDP യോഗത്തിന്റെ ശില്പി എന്ന്
എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മളുടെ ഡോക്ടർ പൽപ്പോ ഉപാധ്യക്ഷൻ. നമുക്കറിയാം SNDP യോഗത്തിൽ ധാരാളം ഉപാധ്യക്ഷന്മാർ ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ പൽപ്പുവിന് ശേഷം ഉപാധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് സംഘടനയെ ഇത്തരത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് സംഘടനയിലേക്ക് യാതൊരു പോറല് പോലും ഏൽപ്പിക്കാതെ ഇത്തരത്തിൽ മുന്നോട്ട് വരുന്ന ശക്തമായി മുന്നിൽ നിന്ന് പോരാടുന്ന ഓരോ മനുഷ്യന്റെയും ചിന്തകളെ അറിഞ്ഞുകൊണ്ട്, സംഘടനയുടെ ചിന്തകളെ അറിഞ്ഞുകൊണ്ട്, യോഗാംഗങ്ങളുടെ ചിന്തകളെ അറിഞ്ഞുകൊണ്ട് സംഘടിച്ച് ശക്തരായി മുന്നേറുവാനുള്ള ആ പ്രോജ്വലമായ ആ ഒരു സംഘടനാ സംവിധാനത്തിലൂടെ നമ്മളെ കടത്തിക്കൊണ്ടുവരുവാൻ സാധിക്കുന്നുണ്ട്. ചിലര് ചോദിക്കാറുണ്ട്, ഇത് അച്ഛനും മോനുമാണോ എന്ന്. ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഇവിടെ ഇരിക്കുന്നവര് നേതാക്കളായതുകൊണ്ടാണ്. ശാഖാതലങ്ങളിൽ ചിലർ ചോദിക്കും, ഇത് അച്ഛനും മോനുമാണോ, ഇത് കുടുംബവാഴ്ചയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ചില പത്രദൃശ്യ മാധ്യമ സുഹൃത്തുക്കളും ചോദിച്ചിട്ടുണ്ട്. അവരോട് ഞാൻ പറയും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സംഘടനയല്ല ഇത്. NSS പോലെ ഒരു നായരായി ജനിച്ചത് കൊണ്ട് അവരുടെ മക്കൾ എല്ലാവരും ഈ സംഘടനയിലെ അംഗമാകുന്നത് പോലെ മറ്റുള്ള ഇതര സമുദായ സംഘടനകളിൽ ഒരു അച്ഛന്റെ മകനായി ജനിച്ചാൽ അവരെല്ലാം ആ സംഘടനയിലെ അംഗമാകുന്നത് പോലെ അല്ല SNDP യോഗം എന്ന പ്രസ്ഥാനം. ഇത് ജനാധിപത്യ സംവിധാനമുള്ള പ്രസ്ഥാനമാണ്. SNDP യോഗത്തിൽ ആരാണോ അംഗത്വം എടുക്കുന്നത്, ആ അംഗത്വം എടുക്കുന്ന ഏതൊരാൾക്കും SNDP യോഗത്തിന്റെ എല്ലാ സ്ഥാനങ്ങളിലേക്കും മത്സരിക്കുവാനുള്ള ജനാധിപത്യ സംവിധാനമുള്ള സംഘടനയാണ് SNDP യോഗം എന്ന് ആദ്യം തിരിച്ചറിയണം. അതുകൊണ്ട് ഇവിടെ അച്ഛനും മോനും കുടുംബവും എന്നുള്ള ആ വാക്കിന് ഇവിടെ ഒരർത്ഥവുമില്ല എന്ന് ആദ്യം തിരിച്ചറിയണം. പല ഭൂരമ്പുകളും ചോദ്യങ്ങളും ഒക്കെ മുന്നിലേക്ക് വരുമ്പോൾ തലകുനിച്ചു നിൽക്കാതെ ശക്തമായി പോരിടേണ്ടത് എന്തിനാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം ഒരു ചരിത്രപരമായ ഈഴവ ചരിത്രത്തെ കുറിച്ച് ഒരു പഠന വിഷയമുണ്ടായിരുന്നു. ഞാനത് സൂചിപ്പിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊന്ന് ബോധവാന്മാരാകാൻ വേണ്ടിയാണ്. ഇവിടേക്ക് നിങ്ങളെ ക്ഷണിച്ചപ്പോൾ നിങ്ങളൊക്കെ പിന്നാക്കക്കാരാണല്ലേ? അല്ലേ? ഇവിടെ ഇരിക്കുന്നവരൊക്കെ പിന്നാക്കക്കാരാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് പലരും പിന്നിലേക്ക് പോയി ഇപ്പൊ പറയുന്നത് എന്നാന്നറിയാവോ? പിന്നോക്കക്കാരെന്ന. നമ്മൾ തന്നെ പറയാ, പിന്നോക്കന്മാരല്ല കേട്ടോ, പിന്നോക്കക്കാരല്ല, പിന്നിൽ ആക്കപ്പെട്ടവരാണ്. പിന്നിലാക്കിയെങ്കിൽ നമ്മൾ എവിടെ നിന്നവരായിരിക്കണം? മുന്നിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണല്ലോ പിന്നിലാക്കപ്പെട്ടത്. മുന്നിലായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇവിടെ പലരും പറയുമ്പോൾ ഇതര രാഷ്ട്രീയ നേതാക്കൾ ഇന്ന് വന്ന് നിന്നുകൊണ്ട് സംഘടനയുടെ വേദികളിൽ കയറി നിന്നുകൊണ്ട് സംഘടനയെ കുറിച്ച് പഠിപ്പിക്കുക. നമ്മളെ എങ്ങനെ സംഘടന പഠിക്കണം? 1903 SNDP യോഗം എന്ന ഈ സംഘടന രൂപീകൃതമാകുമ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വിത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നോ? അപ്പൊ പിന്നെ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം രൂപീകൃതമായതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നാം തിരിച്ചറിയേണ്ടതല്ലേ? 1928 1 മുതൽ 108 വരെയുള്ള ശാഖകൾക്ക് ഈ നാഗമ്പടം തേന്മാവിന്റെ ചുവട്ടിൽ വെച്ച് ശ്രീനാരായണ ഗുരു തൃപ്പാദങ്ങൾ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടന വിളിച്ചിട്ടുണ്ടായിരുന്നോ? ആ രാഷ്ട്രീയ സംഘടനകളാണോ, അതിനുശേഷം വന്ന രാഷ്ട്രീയ സംഘടനകളാണോ നമ്മളെ നയിക്കേണ്ടത്, നമ്മളെ ഭരിക്കേണ്ടത്? ഓർത്തുകൊള്ളുക, ഒരു രാഷ്ട്രീയക്കാരന്റെ മുന്നിലും അടിയറവ് പറയാതെ സൂര്യ തേജസ്വിയെ പോലെ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ഇരിക്കുമ്പോൾ ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയക്കാരുടെ മുന്നിലും അടിയറവ് പറയുന്നതായിരിക്കില്ല ഈ സംഘടന എന്ന് ഉറച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. ചരിത്രം ഒന്ന് പഠിക്കണം. ചിലർ ചോദിക്കും, ഈഴവർ എവിടെ നിന്നാണ് വന്നത്? ഈഴവർ വന്ന ഈഴത്ത് നാട്ടിൽ നിന്നാന്ന് പറയുന്നവരുണ്ട്. ഏതാണ്? അങ്ങ് ശ്രീലങ്കയിൽ നിന്ന് വന്നവരാണെന്ന്. പുറകോട്ട് ചരിത്രം പോകണം. ഇത് 2025 ക്രിസ്തുവിന് ശേഷമുള്ള വർഷമാണ്, ക്രിസ്തു വർഷമാണ്. ക്രിസ്തുവിന് മുൻപ് ഇവിടെ ഈഴവരില്ലായിരുന്നോ? അതറിയണമെങ്കിൽ ബുദ്ധമെന്ന പാരമ്പര്യവും BC നൂറ്റാണ്ട് വന്ന് പഠിക്കണം. BC നൂറ്റാണ്ട് ഇവിടെ ഈഴവരുണ്ടായിരുന്നു. ഇവിടെ 1928 ഇവിടെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ ഇത് തിരുവിതാംകൂർ രാജ്യമല്ലായിരുന്നോ? അന്ന് ഏത് രാഷ്ട്രീയക്കാരെ ഇവിടെ ഉണ്ടായിരുന്നത്? കൊച്ചിയും തിരുവിതാംകൂറും മലബാറും തുടങ്ങിയ നാട്ടുരാജ്യങ്ങളിൽ നല്ല ഒന്നാം തരം ചാന്നാന്മാർ, ഇവിടുത്തെ രാജാക്കന്മാരെ കടം മേടിച്ചോണ്ടിരുന്നത് ചാന്നാന്റെ കയ്യിൽ നിന്ന്. ഓർത്തോണം, ഇവിടെ രാജാവിനേക്കാൾ മുൻപ് കാറുണ്ടായിരുന്നത് ഇവിടുത്തെ ചാന്നാർക്കായിരുന്നു. ഓർത്തുകൊള്ളുക. അത്തരത്തിൽ സമ്പന്നമായ സവിശേഷതയിലൂന്നി നിന്നിരുന്ന ഭൂമിയുടെ ഉടമകളായ ദ്രാവിഡ വംശജരായ മനുഷ്യരുടെ ജനുസാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് മറ്റുള്ളവരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരും. എന്താണ് സംഭവിച്ചത്? അന്ന് രാജഭരണ കാലഘട്ടത്തിൽ ഒരിക്കൽ കൂടി പറയുകയാണ്, ആ രാജാക്കന്മാരെ വരേണ്യവർഗം കൈപിടിയിൽ ഒതുക്കി. ആ വരേണ്യവർഗം ന്യൂനപക്ഷമായി അന്നുണ്ടായിരുന്ന
ആ വരേണ്യവർഗം രാജതന്ത്രം ഉപയോഗിച്ച് രാജാക്കന്മാരെ കൈപിടിയിൽ ഒതുക്കിക്കൊണ്ട് അന്ന് ഈ മണ്ണിന്റെ ഉടമയായ നല്ല കൃഷിക്കാരായ നല്ല വില്ലോരായ യോദ്ധാക്കളായ നമ്മളെ അടിച്ചൊതുക്കി അടിച്ചമർത്തി. പക്ഷേ ഒരു കാര്യം അഭിമാനത്തോടെ പറയാം, അന്ന് അവർ നൽകിയ ഞാനൊരു വാക്ക് ഉപേക്ഷിക്കുകയാണ്, അന്ന് നൽകിയ ഒരു സ്വാധീനത്തിന്റെ പിന്നിലും അടിമകളാകാതെ ചതിക്കാതെ നിന്നവരാണ് നമ്മളുടെ അമ്മമാരും സഹോദരിമാരും നമ്മളുടെ പുരുഷന്മാരും. വീരോടെ വാശിയോടെ ആ രാജഭരണകാലത്ത് ചങ്കൂറ്റത്തോടെ നെഞ്ചുകിരിച്ചു നിന്നുകൊണ്ട് വരേണ്യവർഗമായ ന്യൂനപക്ഷത്തിന്റെ കൈപിടിയിൽ നിന്ന് നമ്മൾ മോചിക്കുവാൻ വേണ്ടി അന്ന് നമ്മൾ ശക്തരായി. ഓർക്കുക, അന്ന് വരേണ്യവർഗത്തെ ന്യൂനപക്ഷമുണ്ടായി, രാജഭരണത്തെ ന്യൂനപക്ഷമായിരുന്ന വരേണ്യവർഗം കൈപിടിയിൽ ഒതുക്കി നമ്മളെ അടിച്ചമർത്തി. പിന്നീട് വന്നു എന്ത്? നമ്മുടെ ഭരണചക്രവർത്തി മാറി, തല്ലിപ്പിടിച്ച് ബ്രിട്ടീഷുകാരൻ കയ്യിലൊതുക്കി. അവസാനം എന്തു വന്നു? ഇവിടെ എന്താ വന്നത്? ജനാധിപത്യ ഭരണം വന്നു. 1950 ശേഷം ഡോക്ടർ അംബേദ്കറിനാൽ ലിഖിതമായ വ്യവസ്ഥയിൽ എന്താണ് മുന്നിലുണ്ടായിരുന്നവർ പിന്നിലേക്ക് വന്നപ്പോൾ അവരെ ഒന്നൊപ്പം എത്തിക്കാൻ വേണ്ടി കൊടുത്തതാണ് സംവരണം. അല്ലാതെ ആരുടെയും ഔദാര്യമല്ല, ഒരു രാഷ്ട്രീയക്കാരന്റെയും ഔദാര്യമല്ല സംവരണം. തിരിച്ചറിയുക. കിഴക്കൻകാരും പടിഞ്ഞാറുകാരും ഇതിനകത്തുണ്ടല്ലോ. പടിഞ്ഞാറൻകാരും നെല്ല് വിതയ്ക്കുമ്പോഴേ ചില നെല്ലിന്റെ ചില സ്ഥലങ്ങളൊക്കെ താന്നു നിൽക്കും. അപ്പൊ വളമിടുന്ന സമയത്തില്ലേ ഒരു കൈ വളം കൂടുതൽ ഇട്ട് കൊടുക്കാറുണ്ടല്ലോ. എന്തിനാ? വിത്തൊന്ന് തന്നെയാ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ താഴ്ച ചെയ്യുന്നത് അതൊന്ന് ഒപ്പത്തിനൊപ്പം വരാൻ. കിഴക്കന് റബ്ബർ നടുമ്പോഴേ ചില റബ്ബറുകളൊക്കെ ഇച്ചിരി ഇങ്ങനെ ഓഞ്ഞു നിൽക്കും. ആ റബ്ബറിന്റെ താഴ്ച ഒന്ന് മാറ്റി അതിനെ തുല്യമാക്കാൻ വേണ്ടി ഇച്ചിരി വളം കൂടുതൽ എറിഞ്ഞു കൊടുക്കും. ആ ചെറിയ റബ്ബറിലും വലിയ റബ്ബറിലെയും കറയൊന്ന് തന്നെയാണെന്ന് പറക്കരുത്. അങ്ങനെ തുല്യത കൊണ്ടുവരാൻ വേണ്ടി ജനാധിപത്യ ഭരണം വന്നപ്പോൾ ഉണ്ടാക്കിയ ആ സംവരണം ഇന്ന് അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർക്കുക, അന്ന് ഭരണത്തെ അന്നത്തെ ന്യൂനപക്ഷമായ വരേണ്യവർഗം കയ്യിലൊതുക്കിയെങ്കിൽ ഇന്ന് എന്താണ് നടക്കുന്നത്? ഇന്ന് ജനാധിപത്യം വന്നപ്പോഴും ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായമായ നമ്മളെ മതാധിപത്യം മൂലം ഇത്തരത്തിൽ കൈപിടിയിൽ ഒതുക്കുന്നു, നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നു. നമ്മളെ തുല്യതയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് എക്സ്ട്രാ തന്നിരുന്ന ആ ആനുകൂല്യങ്ങളായ സംവരണങ്ങൾ പോലും അട്ടിമറിക്കുന്നു. ഈ സത്യം തുറന്നു പറയുമ്പോൾ നാലു ചുറ്റിൽ നിന്നും ക്രൂരമൃഗ തെറപ്പിച്ചുകൊണ്ട് ഛിന്ന ഭിന്നമാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഒറ്റക്കെട്ടായി നമ്മളെ നിർത്താതെ ഈ ഭരണവർഗങ്ങൾ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയുന്നതാണോ SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി ചെയ്യുന്ന തെറ്റ് എന്ന് നിങ്ങൾ പറയുക? ഇത് തിരിച്ചറിയാതെ ആരെങ്കിലും എന്തൊക്കെയൊക്കെ പറയുമ്പോൾ അവിടെ പോയിരുന്ന് കൈ കൊട്ടിയിട്ട് അത് കേട്ടിട്ട് വന്നല്ല നമ്മൾ ഭരിക്കേണ്ടത്. ഈ കസേരയിൽ ഇരിക്കുമ്പോൾ ഇത് തിരിച്ചറിഞ്ഞേ പറ്റൂ. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഈ കസേരയിൽ നിന്ന് ഭരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയത്തിനും അടിമപ്പെടാതെ എന്റെ സമുദായം പിന്നിലുണ്ടായിരുന്നതല്ല, ഒരുത്തരം പിന്നാക്കക്കാരൻ എന്ന് പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ഞാൻ മുന്നാക്കക്കാരനാണ്, എനിക്ക് മുന്നിൽ നിന്ന് ഭരിക്കാൻ അറിയാമെന്ന് ചങ്കൂറ്റത്തെ പറഞ്ഞുകൊണ്ടായിരിക്കണം പ്രിയമുള്ളവരെ നമ്മൾ ഈ കസേരയിൽ ഇരുന്ന് ഭരിക്കേണ്ടതെന്ന് പറയുകയാണ്. സ്വാഗത പ്രസംഗത്തിന് അത് ദൈർഘ്യം പാടില്ലാത്തത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് സംഘടനാ ചർച്ചകൾ ബാക്കി പറയാം. കോട്ടയം യൂണിലേക്ക് കടന്നു വന്നപ്പോൾ ഇതിന്റെ ചരിത്രത്തെ കുറിച്ച് ചങ്ങനാശ്ശേരി ആയതുകൊണ്ട് കുറേയൊക്കെ അറിയാം. കഴിഞ്ഞ 30 വർഷമായി ഈ യോഗ സാരഥ്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ പറയുന്ന നമ്മളെ ഓരോരുത്തരെയും ഇന്ന് അഭിമാനപൂർവ്വം കാണുമ്പോഴും സന്തോഷമുണ്ട്. സെറ്റുമുണ്ടുമൊക്കെ എടുത്ത് വെള്ളയൊക്കെ ഇട്ട് എല്ലാവരും രാഗമൊക്കെ ഇട്ട് ചന്ദനക്കുറിയൊക്കെ ഇട്ട് നല്ല പേരുകളുമൊക്കെ ഇട്ട് അഭിമാനത്തെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ കഴിഞ്ഞ 30 വർഷം പിന്നിലേക്കൊന്ന് കടക്കണം. ഡോക്ടർ പൽപ്പോ, കുമാരനാശൻ, DK മാധവൻ, അയ്യപ്പൻ, CK ശിവൻ തുടങ്ങി ഇങ്ങോട്ടുള്ള ഭരണസാന്നിധ്യം കടന്നു വന്ന് ആർ ശങ്കർ സാറിന് ശേഷം നമ്മുടെ സമുദായം അറിയപ്പെട്ടത് എന്തായിരുന്നു? നേതാവില്ലാത്ത സംഘടന. ആ നേതാവില്ലാത്ത സംഘടനയിലേക്ക് കടന്നു വന്നുകൊണ്ട് കഴിഞ്ഞ 30 വർഷക്കാലം പ്രവർത്തിച്ചപ്പോൾ കോട്ടയംകാർക്ക് എന്ത് കിട്ടി? ഓർക്കണം, കോട്ടയത്തിന്റെ അടിസ്ഥാനം നാഗമ്പടമാണ്. തിരുനക്കരത്തേവരവിടെയുണ്ട്. പക്ഷേ അവിടേക്കൊന്നും കടത്താതെ വന്നപ്പോൾ 113 വർഷം മുമ്പ് ഗുരുതൃപാദങ്ങളുടെ അനുഗ്രഹത്തോടെ വിഗ്രഹങ്ങളെ നിഷേധിച്ച ബോധാനന്ദ സ്വാമിയാൽ പ്രതിഷ്ഠിതമായ നാഗമ്പടം ക്ഷേത്രമാണ് ഇവിടെയുള്ളത്. ഇന്ന് എല്ലാ തരത്തിലും ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമായ വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനം തുടങ്ങിയ അഷ്ടവിഷയങ്ങളെ ശ്രീനാരായണ ഗുരുദേവൻ അരുൾ ചെയ്തുകൊണ്ട് തീർത്ഥാടനത്തിന് അരുമതി കൊടുത്ത
നാഗമ്പടം ക്ഷേത്രം. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ലോകതലങ്ങളിൽ അറിയപ്പെടുന്നവരല്ലേ ഈ കോട്ടയംകാർ? ഓർത്തുകൊള്ളുക, അത്തരത്തിൽ അഭിമാനത്തോടെ നിൽക്കാൻ പറ്റുന്ന കോട്ടയംകാർ ചില വിഷയങ്ങൾ വെച്ചുകൊണ്ട് സംഘടനയെ ചിഹ്ന ഭിന്നമാക്കരുത്. തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കട്ടെ, അതിന് യാതൊരു മാറ്റവുമില്ല. ആരെയും സംരക്ഷിക്കില്ല എന്ന് യോഗത്തിന്റെ ഉറപ്പുണ്ട്. ഇവിടെ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ ഓർക്കുക. 30 വർഷം മുമ്പ് ഇവിടെ നാഗമ്പടം ക്ഷേത്രം എങ്ങനെയായിരുന്നു എന്നൊക്കറിയാം. അവിടെ ഗുരുക്ഷേത്രമില്ലായിരുന്നു, അവിടെ അലങ്കാര ഗോപുരമില്ലായിരുന്നു, അവിടെ പവലിയൻകാളില്ലായിരുന്നു. ഓർത്തുകൊള്ളുക, ആ അലങ്കാര ഗോപുരം ഉദ്ഘാടനം ചെയ്തത് ജനറൽ സെക്രട്ടറിയാണ് സമർപ്പണം നടത്തിയത്. അങ്ങനെ നാഗമ്പടത്തിന്റെ വികസനം മുതൽ ഇങ്ങോട്ട് ഒരു 30 വർഷം പിന്നിലേക്ക് നോക്കുമ്പോൾ എത്ര ശാഖകൾ ഗുരുക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു, എത്ര ശാഖകൾ ഓഡിറ്റോറിയങ്ങൾ ഉണ്ടായിരുന്നു, എത്ര ശാഖകൾ ഓഫീസ് സമുച്ചയങ്ങൾ ഉണ്ടായിരുന്നു. ഓർക്കണം, ഒരു കൈലിയും കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നടന്നവരെ മൈക്രോ ഫിനാൻസ് എന്ന ആ സംഘടനയുടെ കൊണ്ടുവന്ന് ശുചിത്വം പഠിപ്പിച്ചു, പ്രാർത്ഥന പഠിപ്പിച്ചു, വീട്ടുമുറ്റത്തൊരു ബാങ്കായിക്കൊണ്ട് സഹോദരിമാരെ നിങ്ങൾ കമ്മലും മാലയും ഒക്കെ അണിയാൻ തുടങ്ങി. ഭർത്താവിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നത് പോലെ വരുമാനം ആർജിച്ചു തുടങ്ങി. കുടുംബങ്ങളൊക്കെ മെച്ചപ്പെട്ടു, കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു, ആതുരാലയങ്ങളിലെ ശുശ്രൂഷകൾക്ക് ആവശ്യമായ പണം നിങ്ങൾ സമ്പാദിച്ചു, കൈത്തൊഴിലുകൾ സമ്പാദിച്ചു തുടങ്ങി എത്രയെത്ര കാര്യങ്ങളാണ് മൈക്രോ ഫിനാൻസിലൂടെ ചെയ്തിരിക്കുന്നത്. എന്നാൽ ചില യൂണിയനുകളിൽ അതിന്റെ യൂണിയന്റെ നേതാക്കൾ കൃത്യമായി അവയെ ചെയ്യാതെ വന്നതിന്റെ പേരിലാണ് പല യൂണിയനുകളും ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ സുഹൃത്ത് ചോദിച്ചു മൈക്രോ ഫിനാൻസിനെ കുറിച്ച്. ഞാൻ തുറന്നു പറഞ്ഞു, ഞാൻ കോട്ടയം യൂണിയന്റെ മാത്രമല്ല, ഞാൻ ചങ്ങനാശ്ശേരിയുടെ സെക്രട്ടറിയാണ്. ഓരോ സാമ്പത്തിക ക്രമക്കേടുകളും അവിടെ ഇല്ല. SNDP യോഗം ജനറൽ സെക്രട്ടറിക്ക് അതിലൊരു പങ്കുമില്ല. എനിക്കറിയാം, കാരണം ബാങ്കുമായി നേരിട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയല്ല ബാങ്ക് ചെയ്യുന്നത്. ഇവിടെ മൈക്രോ ഫിനാൻസ് സംഘങ്ങൾക്ക് ലോൺ കൊടുക്കുമ്പോൾ ഗ്രേഡിംഗ് നടത്തും. യൂണിയനും ബാങ്കും ചേർന്നുകൊണ്ട് ഗ്രേഡിംഗ് നടത്തി ആ സംഘങ്ങൾക്ക് ഇത്ര രൂപ കൊടുക്കാമെന്ന് പറയുമ്പോൾ അതിനൊരു അനുമതി, കാരണം ഇതൊരു ഫിനാൻസ് ആണ്, ഇതിനൊരു ലൈസൻസ് ഉണ്ട്, അത് യോഗവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് യോഗത്തിന്റെ ഒരു അനുമതി വേണം. ജനറൽ സെക്രട്ടറി ആകെ ചെയ്യുന്നത് ഇത്ര കോടി രൂപ ഈ യൂണിയന്റെയും ബാങ്കിന്റെയും ഉത്തരവാദിത്തത്തോടു കൂടി കൊടുക്കുവാൻ അനുമതി നൽകിയിരിക്കുന്ന ഒരു കത്തല്ലാതെ ഒരു രൂപ കാശ് ജനറൽ സെക്രട്ടറിയുടെയോ മറ്റുള്ളവരുടെയോ പോക്കറ്റിലേക്ക് പോകുന്ന തരത്തിലല്ല മൈക്രോ ഫിനാൻസിന്റെ പ്രവർത്തനം നിങ്ങൾ തിരിച്ചറിയണം. തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ കലവല കൂട്ടിക്കൊണ്ട് മിടുക്കന്മാർ രക്ഷപ്പെടുന്ന ചില തന്ത്രമുണ്ട്. അത് ചെങ്ങന്നൂരും കണ്ടു, പല യൂണിയനുകളിലും കണ്ടു. എന്ത് ചെയ്യുക? നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ജനറൽ സെക്രട്ടറിയെയും തുഷാറിനെയൊക്കെ വിരൽ ചൂണ്ടിക്കൊണ്ട് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് മൈക്രോയുടെ പേര് പറഞ്ഞുകൊണ്ട് ആനടിക്കുക. അല്ല, മിടുക്കന്മാർ വരാലുണ്ട് ഇടുന്നത് പോലെ മിടുക്കന്മാരായി പോവുക. അത് പാടില്ല. സംഘടനാപരമായുള്ള ഉണർവുണ്ടാകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ അറിയുക, സത്യം എന്താണെന്ന് തിരിച്ചറിയുക, പോരാടുക, സത്യത്തിന് വേണ്ടി പോരാടുക, ധർമ്മത്തിന് വേണ്ടി പോരാടുക. സത്യത്തിനും ധർമ്മത്തിനും പോരാടുന്നവർക്ക് പിൻബലം കൊടുത്തുകൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിൽക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രിയമുള്ളവരെ, ഒന്ന് ഓർക്കണം, ഇന്ന് കുട്ടനാടൻ മേഖലയുടെ കിഴക്ക് നിൽക്കുന്ന ഈ പറയുന്ന കുമരകം പോലെയുള്ള ഭാഗങ്ങളിൽ ഇന്ന് തലയുയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യൻ ഭൂപടമെടുത്താൽ തിരിച്ചറിയുന്ന സ്ഥലമാണ് കുമരകം. അവിടെ ഇന്ന് നമുക്ക് അഭിമാനമോടുകൂടി തലയുയർത്തി നിൽക്കുന്ന ഒരു SN കോളേജ് ഉണ്ട്. ജനറൽ സെക്രട്ടറി വന്നതിന് ശേഷം വന്ന കോളേജാണെന്ന് ചിന്തിക്കുക. PG രാധാകൃഷ്ണൻ എന്ന നിങ്ങളുടെ എല്ലാ മനസ്സിൽ പതിച്ചിട്ടുള്ള ഒരു നേതാവുണ്ട്. ഇവിടുത്തെ ചരിത്രം പറയുമ്പോൾ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിക്കും തുഷാദിക്കും ചരിത്രമുണ്ട്. ഇവിടെ ശ്വാസതീകാനന്ദ സ്വാമിയും PG രാധാകൃഷ്ണൻ സാർ ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ടാണ് ഈ കോട്ടയം നാഗമ്പടത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് SNDP യോഗം ജനറൽ സെക്രട്ടറിയായി ശ്രീ വെള്ളാപ്പള്ളി നടേശനവരെ കൊണ്ടുവരണമെന്ന് തീരുമാനമെടുത്തിട്ടുള്ളതെന്ന് നമ്മൾ തിരിച്ചറിയുക. യൂത്ത് മൂവ്മെന്റ് ആ കാലഘട്ടത്തിലൂടെ കടന്നു വന്ന് ശ്വാസതീകാനന്ദ സ്വാമിയുടെ നിർദ്ദേശപ്രകാരം യൂത്ത് മൂവ്മെന്റിലൂടെ ആദ്യമായി തുഷാരി കടന്നു വരുന്നതും ഈ കോട്ടയം നാഗമ്പടത്തിന്റെ മണ്ണിലാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അങ്ങനെയെങ്കിൽ ഈ കഴിഞ്ഞ 30 വർഷക്കാലത്തിന്റെ എല്ലാ തരത്തിലുമുള്ള ഈ സംഘടനയുടെ ഉയർച്ചയിൽ പ്രഥമമായി പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങിയത് ഈ കോട്ടയത്തിന്റെ മണ്ണിലായതുകൊണ്ടാണ് സംഘടനയ്ക്ക് പുതിയ ഉണർവ് നൽകിക്കൊണ്ട് നടക്കുന്ന ഈ പരിപാടിക്കും പ്രഥമ യോഗം ഈ കോട്ടയത്തിന്റെ മണ്ണിൽ വെച്ച് നടത്തിയത് എന്നുകൂടി നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. സംഘടനയിൽ ഇവിടെ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ചിരിക്കുന്നു. മൈക്രോ ഫിനാൻസിന്റെ ഒരു എന്താ പറയാ, ഒരു യൂണിറ്റിന് പോലും ഒരു ബാധ്യതകളില്ലാത്ത തരത്തിൽ നിങ്ങളെ കരുതലോടെ ചേർത്ത് വെച്ചു. SNDP യോഗത്തിൽ നിന്ന് 1 കോടി രൂപയും അല്ലാതെ 25 ലക്ഷം രൂപയും കടം തന്നുകൊണ്ടാണ്, 1.25 കോടി രൂപ കടം തന്നുകൊണ്ടാണ് അമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളുടെ
കരുതലോടെ ചേർത്ത് നിൽക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ, ചോര കൊടുത്തും നീര് കൊടുത്തും നേടിയതാണ് ഈ പ്രസ്ഥാനം എന്ന് പറയാറില്ലേ? ആ പ്രസ്ഥാനത്തിൽ പൂർവ്വകാല സൂര്യകൾ ഈ സംഘടനയെ ഇത്തരത്തിൽ നിർത്തുമ്പോൾ കോട്ടയത്തിൽ അഭിമാനമായി നിൽക്കുന്ന കോളേജ്, അഭിമാനമായി നിൽക്കുന്ന നാഗമഠം ക്ഷേത്രം, PGRM കോളേജ്, അതോടൊപ്പം തന്നെ നമ്മുടെ പബ്ലിക് സ്കൂൾ തുടങ്ങി എല്ലാം ജനറൽ സെക്രട്ടറി ആഗതനായതിനു ശേഷം ഉണ്ടായിട്ടുള്ളതാണ്. ഇവിടെ മാത്രമല്ല, വിവിധ യൂണിയനുകളിൽ ഓരോ യൂണിയനുകളുടെയും ചരിത്രം നിങ്ങളൊന്ന് പരിശോധിക്കുക. ഇന്ന് നമ്മൾ ഓരോ ക്ഷേത്രങ്ങളിൽ പോയി അവിടെ എല്ലാം ആരാധിക്കുമ്പോൾ ഇതെല്ലാം ഈ ജനറൽ സെക്രട്ടറി വന്നതിന് ശേഷമാണ് പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠയോടുകൂടി, ഇല്ലേ, വഴിയറമ്പുകളിൽ ഓടയുടെ സൈഡിൽ നാറുന്ന തരത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ബിംബങ്ങളെ പാടില്ല. ഗുരു സാക്ഷാൽ പരമദൈവമാണ്. ഗുരുവിനെ വിഗ്രഹാരാധന പോലെ പ്രതിഷ്ഠിക്കണം. വിശേഷേണ ഗ്രാഹേതി വിഗ്രഹ, വിശേഷേണ ഗ്രഹിക്കുവാൻ ഇതിൽ പരം ഒരു ഗുരു നമുക്കുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഗുരുവിനെ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തി. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ ഇന്ന് ഈ സമൂഹത്തിൽ ഉണ്ടായി. നിങ്ങൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ, ഇങ്ങനെ കോട്ടയം യൂണിയൻ ഇന്ന് അഭിമാനമായി നിൽക്കുന്നു. ഒന്നുകൂടി പറയാം, കോട്ടയം യൂണിയൻകാരായതുകൊണ്ട് എഞ്ചിനീയറിംഗ് കോളേജിന്റെ കാര്യം കഴിഞ്ഞ ദിവസം ഓരോരുത്തരും ചോദിച്ചു. അത് മാത്രം നമുക്ക് കൈ തൊടാൻ പറ്റില്ല. അതിന്റെ കാരണം ജനറൽ സെക്രട്ടറിയും തുഷാരിയുമല്ല, അടിച്ചത് കൊണ്ട് പറയുകയാണ്. അത് ആ നേതാക്കൾ കാണിച്ചു വെച്ച ഓരോ വൈകല്യങ്ങളാണ്. ഈ മേഖലാ സമ്മേളനത്തിൽ പലരും അത് ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. അതിനെതിരെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നടപടിക്രമങ്ങൾ സംഘടനാപരമായും നിയമപരമായും അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് തന്നെ പോവുകയാണ്. അവിടെ സംരക്ഷിക്കുന്നത് ഓരോ ശാഖാംഗത്തെയുമായിരിക്കും, സംരക്ഷിക്കുന്നത് ഓരോ ശാഖാ നേതാക്കളെയുമായിരിക്കും, സംരക്ഷിക്കുന്നത് ഓരോ ശാഖയുടെ പോഷക സംഘടന അംഗത്തെയായിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് ഉറപ്പ് നൽകിയത് കൊണ്ടാണ് ഇന്നിവിടെ എല്ലാ ശാഖകളിൽ നിന്നും പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ആളുകൾ 3500 കസേരകൾ നിരത്തി ഇതാ നോക്കി നിൽക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അതിൽ കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ടെന്ന് അഭിമാനമുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, തിരി നീണ്ടുപോയെന്ന് എനിക്കറിയാം. ക്ഷമിക്കണം, തുഷാരിയോടും ജൽസയോടും ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഇവിടെ നിൽക്കുമ്പോ ഇച്ചിരി ഉന്മേഷം തോന്നുന്നു, ഒരു വീര്യം തോന്നുന്നു. അതുകൊണ്ടാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ യോഗം ഇവിടെ ഇന്ന് അധ്യക്ഷനായിരിക്കുന്നത് നമുക്കെല്ലാം നമ്മൾ നെഞ്ചിലേറ്റിക്കൊണ്ട് ഈഴവനാണെന്ന്, എന്നെ സംബന്ധിച്ച് ഞാൻ പറയും, ഞാൻ ഈഴവനാണെന്ന് അഭിമാനപൂർവ്വം പറയാൻ തുടങ്ങിയത് ശ്രീ വെള്ളാപ്പള്ളി നടേശനവർ യോഗ സാരഥ്യത്തിലേക്ക് കടന്നു വന്നിട്ടാണ്. ഈഴവൻ എന്ന് പറഞ്ഞാൽ അപമാനിതനാകേണ്ടവനല്ല, അഭിമാനപൂർവ്വം മുന്നിൽ നിൽക്കേണ്ടവനാണെന്ന് നമ്മെ പഠിപ്പിച്ച SNDP യോഗത്തിൽ നിരവധിയായ കുൽസിത ശക്തികൾ സംഘടനയിൽ ദുഷ്ടപ്രവൃത്തികൾ കാണിച്ചുകൊണ്ട്, സാമ്പത്തിക ക്രമക്കേടുകൾ കാണിച്ചുകൊണ്ട്, പുറത്താക്കപ്പെട്ടവരെല്ലാം ചേർന്നുകൊണ്ട് ചൊറിയാൻ വരിക. ചിലര് ഒരു ചൊറിച്ചിലൂടെ വില പോവില്ല. കോട്ടയം യൂണിയനിലുണ്ട് ചില ചൊറിച്ചിലുകാര്, അങ്ങ് അവിടെ വെച്ചാൽ മതി എന്ന് മാത്രമേ പറയത്തുള്ളൂ. ഒരു ചൊറിച്ചിലും വില പോവില്ല. ആ സത്യമാണ് ഈ കാണുന്നത്. എന്തായാലും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ സംഘടനയെ നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തമാക്കിയ SNDP യോഗത്തിന്റെ സമാധാരണയായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനവരെ തികർന്ന ഹർഷാരവത്തോടുകൂടി ഈ കോട്ടയത്തിന്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്ത നമ്മുടെ തുഷാർജിയാണ്. ഇന്ന് നമ്മെ സംബന്ധിച്ച് ഇത് യൂണിയന്റെ ഒരു മീറ്റിംഗ് പോലെയുണ്ട്. കാരണം യൂണിയന്റെ ചെയർമാൻ കൂടിയാണ് ഇന്ന് തുഷാർജി. യുവത്വത്തിന്റെ നല്ല നാളുകളിൽ ഈ സംഘടനയിലേക്ക് കടന്നു വന്നു. ഇന്നിവിടെ വിപ്ലവം കുറിക്കുന്ന ആ സംഘടനയെ കുറിച്ച് ശക്തമായി മുറവിളി കൂട്ടുന്ന യുവാക്കളുടെ മനസ്സിൽ പതിഞ്ഞ ചിത്രമാണ് തുഷാർജി. SNDP യോഗത്തെ പറയുമ്പോൾ ഉപാധ്യക്ഷനായ തുഷാർജിയെ പറയാതിരിക്കാൻ പറ്റില്ല. ഏതൊരു യുവാക്കളുടെയും മനസ്സിൽ വ്യത്യസ്തങ്ങളായ ഭിന്നാക്കക്കാരന്റെ ചിന്തകൾ മാറിക്കൊണ്ട് ഈ സമൂഹത്തിൽ മാറ്റത്തിന് മുറവിളി കൂട്ടുന്ന ഈ സമൂഹത്തെ ഒറ്റക്കെട്ടായി നയിച്ചുകൊണ്ട് അവർക്കെല്ലാം മുൻനിരയിൽ നിന്ന് പോരാടുന്ന SNDP യോഗത്തിന്റെ കർമ്മസാരഥിയായി ഉപാധ്യക്ഷനായി നിൽക്കുന്ന, അതോടൊപ്പം തന്നെ കോട്ടയം യൂണിയന് കരുതലായി നമ്മളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന ഏറെ ബഹുമാന്യനും പ്രിയങ്കരനുമായ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവരെ വളരെ കൃത്യമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
SNDP യോഗത്തിന്റെ ദേവസ്വം സെക്രട്ടറി അരയക്കണ്ടി സന്തോഷ് സാർ അങ്ങ് മലബാറിൽ നിന്നെത്തിയതാണ്. ചേകോന്റെ നാട് അല്ലെ, ചേകോന്റെ നാട്, വില്ലോന്റെ നാട്, അവിടെ നിന്ന് എത്തിയതാ. തീയരെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ ആ നാട്ടിൽ ആ യോദ്ധാക്കന്മാരുടെ നാടാണത്. അവിടെ നിന്നാണ് നമ്മളുടെ ദേവസ്വം സെക്രട്ടറി അരയക്കണ്ടി സന്തോഷ് സാർ എത്തിയിരിക്കുന്നത്. വിവിധങ്ങളായ ക്ഷേത്രങ്ങളും അതോടൊപ്പം തന്നെ ആത്മീയമായ അടിത്തുറയിൽ ഊന്നിയ ഭൗതികമായ വളർച്ച മാത്രമേ നമുക്ക് മുതൽക്കാൽ കൂട്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് SNDP യോഗത്തിന്റെ ദേവസ്വം സെക്രട്ടറി അവരോധിച്ചുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പിന്തുണയർപ്പിച്ചുകൊണ്ട് നമുക്ക് നേതൃത്വം നൽകുന്ന ഏറെ അതിനായ നമ്മുടെ അരയക്കണ്ടി സന്തോഷ് സാറിനെ ഈ യോഗത്തിലേക്ക് വളരെ കൃത്യമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ശ്രീ സിൽ മുണ്ടപ്പള്ളി അവർ SNDP യോഗം കോട്ടയം യൂണിയന്റെ വൈസ് ചെയർമാൻ, പന്തളം യൂണിയന്റെ പ്രസിഡന്റ്, നമ്മുടെ നിയമപരമായ കാര്യങ്ങളിലൊക്കെ നമുക്ക് ആവശ്യമായ നിർദ്ദേശം നൽകിക്കൊണ്ട് തുഷാർജിയുടെയും യോഗത്തിന്റെയും ഒക്കെ പ്രവർത്തനങ്ങളിൽ എല്ലാവിധമായ കരുതലോടും കൂടി വേണ്ടുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് പിന്തുണ അർപ്പിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ശ്രീ സിൽ മുണ്ടപ്പള്ളി അവരെ വളരെ കൃത്യമായി സ്വാഗതം ചെയ്തു. നമ്മുടെ പ്രിയങ്കരനായ ശശികുമാർ സാർ, ചേർത്തലക്കാരൻ അല്ലെ, നമ്മുടെ എല്ലാ മനസ്സിൽ പതിഞ്ഞതാണ് ശശികുമാർ സാർ. വാക്കുകൊണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലർക്കൊക്കെ ഇഷ്ടമല്ല, പക്ഷേ സംഘടനാ രംഗത്ത് ഇവിടെ എല്ലാവരും ചേർന്നുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ എടുക്കും. അതിന് വേണ്ട രീതിയിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ചോദിക്കും, അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഓരോ ശാഖകൾക്കും കൊടുത്തുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ എല്ലാവിധമായ പ്രവർത്തനങ്ങളും തൽപരരാണിക്കുന്ന ഏറെ ബഹുമാനായ ജോയിന്റ് കൺവീനർ ശ്രീ ശശികുമാർ അവരുടെ യോഗത്തിലേക്ക് വളരെ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അതോടൊപ്പം തന്നെ ഇവിടെ SNDP യോഗത്തിന്റെ പ്രിയങ്കരനായ കൗൺസിലർ നമ്മുടെ AG സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കന്മാരൊക്കെ ഇവിടെ എത്തിച്ചേർന്നവരുണ്ട്, വിശിഷ്യ ഇവിടെ എത്തിച്ചേർന്നവരുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്ന് ഈ യോഗം നടക്കുമ്പോൾ നമ്മൾ 10 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മുടെ യൂണിയന്റെ സംവിധാനമൊക്കെ മാറി, മേഖല രൂപീകരിച്ചാൽ ഞങ്ങളെ കോടതി കയറ്റുമെന്ന് പറഞ്ഞിട്ട് ചില അസുരവിത്തുകൾ നടപ്പുണ്ട്. ഇതൊന്നും വില പോവില്ല, ആ പേപ്പറൊക്കെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. 10 മേഖലകൾ രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനം ശക്തമാക്കിയപ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, ഇതുപോലെ ഒരു സംഗമം, നിങ്ങൾ നേതാക്കളുടെ സംഗമങ്ങൾ ഇത്തരത്തിൽ കോട്ടയത്ത് നടത്താൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. അതാണ് ഓരോ മേഖലകൾ രൂപീകരിച്ചുകൊണ്ട് 10 ശാഖകൾ വീതം ചേർത്തുകൊണ്ട് അതിനെ സംയോജിച്ചപ്പോൾ ഓരോ ശാഖയുടെയും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറിമാരെ ചേർത്തുകൊണ്ട് ഓരോ ശാഖയിൽ നിന്ന് ഓരോ പ്രതികളെ എടുത്തുകൊണ്ട് അങ്ങനെ മേഖലാ സംവിധാനം രൂപീകരിച്ചു. ഓരോ മേഖലയിൽ നിന്ന് ഓരോരുത്തരെ ചേർത്തുകൊണ്ട് ഒരു 20 അംഗ സംഘാടക സമിതി ഉണ്ടാക്കി. അവരാണ് ഇതിനു വേണ്ട കോർഡിനേഷൻ മറ്റു കാര്യങ്ങളും വിധങ്ങളായി ചെയ്യുന്നത്. ആ സംഘാടക സമിതിയിലെ എല്ലാവരെയും വളരെ കൃത്യമായി ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ മേഖലാ ഭാരവാഹികൾ, വിവിധ പോഷക സംഘടനകൾ, വനിതാ സംഘത്തിന്റെ പ്രിയങ്കരായ സഹോദരിമാർ, യൂത്ത് മൂവ്മെന്റ് ചുറുചുറുക്കുള്ള കോട്ടയത്തെ പ്രിയങ്കരായ ആത്മസഹോദരങ്ങൾ, സൈബർ സേനയുടെ പ്രിയങ്കരായ ആത്മസഹോദരങ്ങൾ, പെൻഷനേഴ്സ് ഫോറത്തിന് പുതിയ ദിശാബോധം കുഞ്ഞുങ്ങൾക്ക് നൽകിക്കൊണ്ട് വളരെ വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന പെൻഷനേഴ്സ് ഫോറത്തിന്റെ പ്രിയങ്കരായ നമ്മുടെ എന്താ പറയാ കാരണവർമാരെന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ എംപ്ലോയീസ് ഫോറത്തിന്റെ പ്രിയങ്കരായവർ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇവിടെ ധർമ്മ പഠനക്കളരിയുണ്ട്. ശ്രീ പ്രസാദ് ഉൾപ്പെടെയുള്ള ധർമ്മ പഠനക്കളരിയുടെ അംഗങ്ങൾ വളരെ നല്ല രീതിയിൽ കോർഡിനേഷൻ ചെയ്തുകൊണ്ട് അവരുടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. എല്ലാവരും ചേർന്നുകൊണ്ട് നമ്മളുടെ ധർമ്മ പഠനക്കളരി മാതൃകാപരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ എല്ലാവരെയും കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഓരോ ശാഖയിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരായ ധർമ്മസേനക്കാർ ഇവിടെയുണ്ട്. നമുക്ക് ആവശ്യമായ നിയന്ത്രണമൊക്കെ നൽകിക്കൊണ്ട് ധർമ്മസേനയും നമ്മൾ പുനഃസംഘടിപ്പിക്കുന്നത്, എല്ലാ പോഷക സംഘടനയും പുനഃസംഘടിപ്പിച്ചു. ധർമ്മസേനയുടെ ചെറിയുറക്കുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. നമുക്ക് എല്ലാവിധ നിയന്ത്രണങ്ങളും അവർ ചെയ്തു തരുന്നുണ്ട്. അവരെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ഓരോ ശാഖയിൽ എത്തിച്ചേർന്നിട്ടുള്ള വനിതാ സംഘത്തിന്റെ പ്രവർത്തകർ, യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർ, കുടുംബ യൂണിറ്റുകളുടെ ചെയർമാൻമാർ, കൺവീനർമാർ, മൈക്രോയുടെ കോർഡിനേറ്റർമാരുണ്ടെങ്കിൽ അവർ എല്ലാവരെയും വളരെ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സൈബർ സേനയുടെ കേന്ദ്ര സമിതി അംഗങ്ങൾ ഇവിടെ നമുക്ക് എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നുണ്ട്. അവരെ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയ പത്ര, ദൃശ്യ, മാധ്യമ സുഹൃത്തുക്കളെ, സത്യസന്ധമായ കാര്യങ്ങൾ
ഒത്തു പറയാതെ ഉള്ളത് പറയുന്ന നേതാവിന്റെ വാക്കുകൾ കേൾക്കാനാണ് പത്രദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാ പത്രദൃശ്യ മാധ്യമ സുഹൃത്തുക്കളെയും വളരെ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. എക്സ്പെഷ്യലി ഞാൻ പറയുകയാണ്, ഇവിടെ നമുക്ക് ഈ സ്റ്റേജ് അറേഞ്ച് ചെയ്തപ്പോൾ നമ്മുടെ ഒരു സഹോദരൻ പറഞ്ഞു ജനറൽ സെക്രട്ടറി പരിപാടിക്ക് ഞാൻ ചെയ്തു തന്നോളാം. ആ റീച്ചേട്ടൻ ഇവിടെ ഉണ്ടോ എന്നറിയില്ല. റീച്ചേട്ടനെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വിവിധങ്ങളായ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്ന ഇതിന്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഗുരുവിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ചെയ്യട്ടെ. നമുക്കറിയാം, കേരളത്തിന്റെ അവശത അനുഭവിക്കുന്ന പിന്നോക്ക ജനവിഭാഗത്തിന്റെ അവകാശ സമര പോരാട്ടങ്ങൾക്ക് ചടുലമായ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉദിക്കുന്ന സൂര്യനായി കേരളത്തിന്റെ സ്വകാര്യ കുംഭമായി നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന സമാരാധ്യനായ തുഷാർ വെള്ളാപ്പള്ളി അവരാണ് അധ്യക്ഷ പ്രസംഗം നടത്തുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ചരിത്രമന്തി ഉറങ്ങുന്ന ശ്രീനാരായണ ഭഗവാന്റെ കാൽപാദങ്ങൾ കൊണ്ട് പുണ്യപവിത്രമായ നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിനെയാണ് അദ്ദേഹത്തിന്റെ സംഘടനാ പ്രവർത്തനത്തിന് സമാരംഭം കുറിക്കുന്നത്. ഈ സമ്മേളനത്തിൽ ഏറെ ആദര ബഹുമാനോറ അധ്യക്ഷ പ്രസംഗം നടന്നതിനു വേണ്ടി നമ്മുടെ എല്ലാം പ്രതീക്ഷയായി കോട്ടയംകാരെ എല്ലാം ചേർത്ത് പിടിച്ച നമ്മുടെ ഏറെ പ്രിയപ്പെട്ട SNDP യോഗത്തിന്റെ ഉപാധ്യക്ഷ തുഷാർ വെള്ളാപ്പള്ളി അവരെ ഈ സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്താൻ വേണ്ടി ഏറെ സന്തോഷപൂർവ്വം സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുകയാണ്. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി ഗണേശൻ, സംഘടനാ സന്ദേശം നൽകുന്ന SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ അരയക്കണ്ടി സന്തോഷ്, സ്വാഗതം പറഞ്ഞ യൂണിയന്റെ കൺവീനർ ശ്രീ സുരേഷ് പരമേശ്വരൻ, പ്രിയപ്പെട്ട സെനിൽ മുണ്ടപ്പള്ളി, കൃതജ്ഞത പറയുന്ന യൂണിയന്റെ ജോയിന്റ് കൺവീനർ ശ്രീ വി ശശികുമാർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുള്ള ശാഖായോഗത്തിന്റെയും വനിതാ സംഘത്തിന്റെയും യൂത്ത് മൂവ്മെന്റിന്റെയും SNDP യോഗത്തിന്റെയും നമ്മുടെ വിവിധ പോഷക സംഘ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ അധ്യക്ഷനല്ല, ജനറൽ സെക്രട്ടറിയാണ് അധ്യക്ഷൻ. ഞാൻ സംഘടനാ വിശദീകരണമാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗ് കേരളത്തിലുള്ള നമ്മുടെ മുഴുവൻ യൂണിയനുകളും നടത്തുന്നതിന് തുടക്കമായാണ് ഇവിടെ ആരംഭിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു നാൾ മുമ്പ് SNDP യോഗത്തിനെതിരെ കേസ് വരികയും യോഗത്തിന്റെയും യൂണിയന്റെയും ഒക്കെ ഇലക്ഷൻ നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം നമുക്കുണ്ടായി. അത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായി SNDP യോഗത്തെക്കുറിച്ചും നമ്മുടെ സംഘടനയെക്കുറിച്ചുള്ള പല കാര്യങ്ങളും പല രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ട് പല ആളുകളും കൊടുക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. ഇന്നത്തെ നവമാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചും എന്തും പറയുവാനുള്ള ലൈസൻസ് ഉള്ള ഒരു സംവിധാനമാണ്. കാര്യം ഇവിടുത്തെ പണം കൊടുത്താൽ ഈ നവമാധ്യമങ്ങൾ യൂട്യൂബിൽ ഇരിക്കുന്ന ആളുകളൊക്കെ എന്തും വിളിച്ചു പറയുകയും അനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംഘടനയുടെ ഏറ്റവും കാര്യങ്ങൾ മുഴുവൻ നോക്കേണ്ടതും അത് താഴെത്തട്ടിലേക്ക് എത്തിക്കേണ്ടതും SNDP യോഗത്തിന്റെ താഴ്വേര് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ശാഖായോഗവും നമ്മുടെ കുടുംബ യൂണിറ്റുകളും മൈക്രോ യൂണിറ്റുകളും അതുപോലെ തന്നെ നമ്മുടെ പോഷക സംഘങ്ങളും ഒക്കെയാണ്. നിങ്ങൾ ഓരോരുത്തരും എന്താണ് SNDP യോഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും നമ്മുടെ ഇലക്ഷനെ കുറിച്ചും അതുപോലെ തന്നെ കഴിഞ്ഞ ഈ 3 പതിറ്റാണ്ട് കാലം എന്താണ് SNDP യോഗത്തിൽ നടന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് വിശദമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കേരളത്തിലുള്ള മുഴുവൻ യൂണിയനുകളിലും നമ്മൾ ഇതുപോലുള്ള മീറ്റിങ്ങുകളുടെ ആദ്യപടിയായി കോട്ടയം ജില്ല, അതുപോലെ തന്നെ എറണാകുളം ജില്ല, ആലപ്പുഴ ജില്ല മീറ്റിംഗുകൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഏതാണ്ട് അടുത്ത മാസം 10-ാം തീയതി 15-ാം തീയതി കൂടെ നമ്മുടെ എല്ലാ ഭാരവാഹികളുമായി നേരിട്ട് ഈ കാര്യങ്ങൾ മുഴുവൻ അറിയിക്കുന്നതാണ്. ഏതാണ്ട് 30 വർഷക്കാലം മുമ്പ് ഇന്നത്തെ യോഗ നേതൃത്വം വരുമ്പോൾ നമ്മളിന്ന് വളരെ സൗകര്യമായി വലിയ AC ഹാളിലും വലിയ സൗകര്യമായി നമ്മുടെ ആളുകളൊക്കെ ഇരിക്കുമ്പോൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് നേതാക്കന്മാർ പഴയ കാലഘട്ടത്തെ അറിയാവുന്നവരാണ്. നമ്മുടെ മീറ്റിംഗിൽ സാധാരണ നടക്കാറുള്ളത് ഏതെങ്കിലും സ്കൂളിന്റെ വരാന്തയിലും അതല്ലെങ്കിൽ നമ്മുടെ സ്കൂളിന്റെ ഏതെങ്കിലും ഒക്കെ ചെറിയ ഷെഡിലും ഒക്കെ ആയിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്നത്. അന്ന് നമ്മുടെ ആളുകൾ വരുമ്പോൾ സാധാരണ ഒറ്റമുണ്ട് കൊടുത്ത് അല്ലെങ്കിൽ സ്ത്രീകളെല്ലാം കൈലിയും അതല്ലെങ്കിൽ ഒരു ചെറിയ തോർത്തു വെക്കിയിട്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നമ്മൾ വന്നുകൊണ്ടിരുന്ന ഒരവസ്ഥയായിരുന്നു. നമ്മുടെ സാമ്പത്തികമായി സംഘടനാപരമായി നമുക്ക് ഒന്നുമില്ലായിരുന്ന ഒരവസ്ഥയാണ്.
നമുക്കറിയാം അന്ന് എസ്എൻഡിപിയുടെ തീവ്രത വിഷയം ഉണ്ടാകുമ്പോൾ അന്നത്തെ യൂണിയൻ നേതാക്കന്മാരെ തുണിയരിച്ച് പള്ളിയുടെ മുമ്പിൽ വെച്ച് ചവിട്ടിയിട്ട് പോലും, പോലീസ് ചവിട്ടിയിട്ട് പോലും ഇവിടുത്തെ ഒരു ഗവൺമെന്റും അല്ലെങ്കിൽ അതിന് പ്രതികരിക്കുവാൻ, നമ്മൾ സഹായിക്കുവാൻ ആരും മുമ്പോട്ട് വന്ന ഒരു സാഹചര്യമില്ലായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇന്നത്തെ എസ്എൻഡിപി യോഗം അധികാരത്തിൽ വരികയുണ്ടായത്. അതിനുശേഷം ഈ കഴിഞ്ഞ 30 വർഷക്കാലം എന്ത് നടന്നു എന്ന് നമ്മളെല്ലാം ചെറുതായി ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതിനു മുമ്പ് കോട്ടയം യൂണിയനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. നമുക്ക് ഒരു ദിവസം തന്നെ ശാഖായോഗത്തിന്റെ നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടറിമാരുടെ മീറ്റിംഗ് വിളിച്ച സമയത്ത് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞത്, കാരണം നിങ്ങൾ എല്ലാവരും എന്നെ കൂടെ സഹകരിച്ചാൽ തീർച്ചയായും മൈക്രോ ഫിനാൻസിന്റെ ഇടപാടുകൾ ഞാൻ തീർക്കാം എന്ന് നിങ്ങൾക്ക് വാക്ക് നൽകുകയുണ്ടായി. അത് ഗുരുദേവന്റെ അനുഗ്രഹം കൊണ്ട്, എസ്എൻഡിപി സഹായത്തിന്റെ സഹായം കൊണ്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് വളരെ ഭംഗിയായി അത് തീർക്കുവാൻ കഴിഞ്ഞു. അതിന് നിങ്ങളോടുള്ള നന്ദി ആദ്യമായി ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചോളം അന്ന് നിങ്ങൾക്ക് ഓർമ്മ കാണുന്ന ഒരു മീറ്റിംഗ് നടന്നപ്പോൾ യൂണിയന്റെ സെക്രട്ടറി കടന്നു വന്ന് എന്നോട് പറഞ്ഞത് 36 കോടി രൂപ ലയബിലിറ്റി ഉണ്ട് അവിടുത്തെ ട്രസ്റ്റ് എന്നാണ് എന്നോട് പറഞ്ഞത്. അതിനുശേഷം നിങ്ങളുടെ മുമ്പ് വെച്ച് നേരെ 50-56 കോടിയാണ് ഇതിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ കണക്കെടുത്ത് ഇവിടെ നമ്മൾ മൈക്രോ ഫിനാൻസും യൂണിയനുമായിട്ടുള്ള ബന്ധപ്പെട്ട കണക്കുകളാണ് നമ്മൾ മുഴുവൻ എടുത്തിട്ടുള്ളത്. അത് മുഴുവൻ എടുക്കുകയും അതിന്റെ ഇടപാടുകൾ ഏതാണ്ട് 10 കോടി രൂപയോളം വരുന്ന മൈക്രോ ഫിനാൻസ് ഇടപാടുകൾ നമ്മൾ മുഴുവനായി പണം അടച്ച് എല്ലാവരുടെ ഇടപാടുകളും തീർത്തിട്ടുണ്ട്. ഇപ്പോൾ യൂണിയന് യാതൊരുവിധ ലയബിലിറ്റികളും 1 രൂപയുടെ ലയബിലിറ്റികൾ ഇല്ലാത്ത രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ എത്തിച്ചു കഴിഞ്ഞു. ഇനി നമ്മളെ സംബന്ധിച്ചോളം ഇവിടെ ശാഖായോഗത്തിന്റെ പൊതുയോഗം നടന്ന സമയത്ത് മീറ്റിംഗ് നടന്നപ്പോൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മുടെ ഇതിന്റെ മുഴുവൻ ഓഡിറ്റിംഗ് നടത്തുവാനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ കോളേജിന്റെ കണക്കുകൾ എടുക്കണം എന്നുള്ളതും ആ യൂണിയന്റെ കാര്യം മിക്കവാറും ശാഖായോഗത്തിനും യൂണിയന്റെ പല ആളുകൾക്കും ഷെയർ ഉള്ളതുകൊണ്ട് തന്നെ അവരെ എല്ലാം കൂടെ വിളിച്ച് അവിടെ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും ആരും കുറ്റക്കാരായിട്ടുള്ള ആരെയും സംരക്ഷിക്കുവാൻ ഒരു കാരണവശാലും എസ്എൻഡിപി കൂട്ടു നിൽക്കില്ല എന്നുകൂടെ ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുകയാണ്. നമ്മളെ സംബന്ധിച്ചോളം കഴിഞ്ഞ ഈ 3 പതിറ്റാണ്ട് തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെ സംഘടന, വിദ്യാഭ്യാസം, വ്യവസായം എന്ന 3 ഗുരുദേവന്റെ ഉപദേശങ്ങൾക്ക് അനുസരിച്ചാണ് അന്നത്തെ യോഗ നേതൃത്വം അന്ന് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി. അന്ന് നമ്മുടെ സംഘടനാ സംവിധാനം എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായി കിടന്നിരുന്ന ഒരവസ്ഥയാണ്. കാര്യം സംഘടന ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്തും ചെയ്യാൻ കഴിയൂ എന്നുള്ള സാഹചര്യമാണ്. നമുക്ക് ഈ കേരളത്തിലുള്ള ഏതാണ്ട് കോട്ടയം ജില്ല, ആലപ്പുഴ ജില്ലയുടെ ചില ഭാഗം, ഇടുക്കി ജില്ലയുടെ കുറച്ചു സ്ഥലം, പത്തനംതിട്ട ജില്ല ഒഴികെ മറ്റു സ്ഥലങ്ങളിലൊന്നും വെറുതെ പേരിന്റെ ശാഖകളൊന്നും അല്ലാതെ അവിടെ സജീവമായിട്ടുള്ള ശാഖാ പ്രവർത്തനമോ യൂണിയൻ പ്രവർത്തനമോ ഒന്നുമില്ലായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. തീവ്ര വിഷയത്തെ കുറിച്ച് സീനിയറായിട്ടുള്ള ഇവിടുത്തെ നേതാക്കന്മാർക്ക് അറിയാം. അന്ന് എസ്എൻഡിപി യോഗത്തിന്റെ നേതാക്കന്മാർ കോട്ടയത്ത് വന്ന് ഇവിടെ നിന്ന് കൊടി വരെ മടക്കി വെച്ച് വൈക്കത്തൂടെ പോകാതെ നേരെ ഇവിടെ എറണാകുളം വഴിയാണ് അവര് അവിടുത്തെ വണ്ടി പോലും ഓടിച്ചു പോയ സാഹചര്യം ഉണ്ടായിരുന്നു. അത്ര ഭയപ്പെട്ടായിരുന്ന എസ്എൻഡിപി യോഗ നേതാക്കന്മാർ തീവ്രം വിഷയം പോലും കാണുകയുണ്ടായിരുന്നു. പക്ഷെ ആ സാഹചര്യത്തിൽ നിന്ന് നമുക്കറിയാം, ഇടുക്കിയിൽ ഒരു ദിവസം നമ്മുടെ ശാഖായോഗത്തിന്റെ പ്രസിഡന്റിനെ ഒരു സെക്രട്ടറിയെ വിളിച്ചുകൊണ്ട് പോയി മരം നീട്ടിക്കുവാൻ ശ്രമിച്ച പോലീസുകാരന് ഈ നാട്ടിൽ കിടക്കാൻ പറ്റാതെ അവിടെ നിന്ന് ഓടുകയും അത് കഴിഞ്ഞ് അവസാനം ജനറൽ സെക്രട്ടറി വന്ന് ക്ഷമ പറയുകയും അതിനുശേഷം അവിടുത്തെ ശാഖായോഗ നേതാക്കന്മാരെ മുഴുവൻ കണ്ട് ക്ഷമ പറഞ്ഞ ശേഷമാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലും കേടുവാനുള്ള സാഹചര്യം പിൽക്കാലത്ത് ഉണ്ടാകുകയുണ്ടായത്. അങ്ങനെ സംഘടനാപരമായ വലിയ വളർച്ച ഈ കാലഘട്ടത്തിൽ ശാഖാ യൂണിയൻ യോഗം എന്ന തലത്തിൽ നമ്മൾ 3 ടയർ സിസ്റ്റത്തിലായിരുന്നു നമ്മൾ പ്രവർത്തിച്ചിരുന്നത്. ശാഖാ യോഗവും യൂണിയനും യോഗവും അല്ലാതെ നമുക്ക് ഈ 3 ടയർ സിസ്റ്റത്തിൽ നിന്ന് മാറി നമ്മൾ മൈക്രോ ഫിനാൻസ്, കുടുംബ യൂണിറ്റ്, ശാഖാ യോഗങ്ങൾ, അതുപോലെ തന്നെ യൂണിയനുകൾ, ശാഖ എസ്എൻഡിപി യോഗം എന്ന 5 ടയർ സിസ്റ്റത്തിലേക്ക് എസ്എൻഡിപി യോഗം മാറുകയുണ്ടായി. അതായത് ഒരു മാസം ഏതാണ്ട് വലുതും ചെറുതുമായിട്ടുള്ള 3 ലക്ഷത്തിന്റെ മുകളിൽ മീറ്റിംഗുകൾ നടക്കുന്ന സംഘടനയായി ഈ കാലഘട്ടത്തിൽ എസ്എൻഡിപി യോഗം മാറി എന്നുള്ളത് ഈ ചരിത്ര സത്യം തന്നെയാണ്. എസ്എൻഡിപി യോഗം സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ ഗുരുദേവൻ പറയുന്നുണ്ട്, കടപ്പുറത്തെ മണ്ണ് പോലെയാണ് ഈ സമുദായം. ആ ഗുരുദേവൻ തന്നെ പറയുന്നുണ്ട്, ചരിത്രമുള്ള ഒരു ചോദ്യം കാണുവാൻ കഴിയും, 100 വർഷം കഴിയുമ്പോൾ നമ്മുടെ യോഗം നന്നാകുമെന്ന ഗുരുദേവന്റെ അനുഗ്രഹമുള്ള നാടുകളിലാണ് നമ്മുടെ വലിയ കൂട്ടായ്മയുടെ ആരംഭം കുറിക്കുകയുണ്ടായത്. അതായത് എസ്എൻഡിപി യോഗത്തിന് 96 വർഷം പഴക്കമായ സമയത്താണ് ഇന്നത്തെ യോഗ നേതൃത്വം അന്ന് അധികാരത്തിൽ വരുന്നത്. അതിനുശേഷം സംഘടനാപരമായി നമുക്ക്
ഇത്രയും വലിയ നമ്മുടെ സംഘടനാപരമായിട്ട് വളർച്ച എന്ന് 3-3.5 ലക്ഷം മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് നമ്മുടെ ഇത്രയും മൈക്രോ യൂണിറ്റുകൾ എല്ലാ മാസവും 4 പ്രാവശ്യം കൂടണം. എല്ലാ കുടുംബ യൂണിറ്റുകളും മാസത്തിൽ 1 പ്രാവശ്യം കൂടുകയും നമ്മുടെ അതുപോലെ ശാഖായോഗത്തിന്റെ യൂണിയന്റെയും അതുപോലെ ഇതുപോലെ നടക്കുന്ന മീറ്റിംഗുകൾ ഉൾപ്പെടെ പരിശോധിച്ചാൽ 3 ലക്ഷത്തിന് മുകളിൽ ഇന്ന് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമായി നമുക്ക് നടക്കുന്നുണ്ട്. ഏതാണ്ട് ഇന്ന് പഴയ കാലത്ത് ഇന്നത്തെ യോഗാർത്ഥം വരുന്നതിന് മുമ്പ് കേരളത്തിൽ മാത്രമായിരുന്നു നമ്മുടെ സംഘടന എങ്കിൽ ഇന്ന് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും എവിടെയൊക്കെ ഇവിടുത്തെ നമ്മുടെ സമുദായങ്ങളുണ്ടോ അവിടെയെല്ലാം നമ്മുടെ സംഘടന വളരെ സജീവമായി പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് ഈ കാലഘട്ടത്തിൽ നമ്മൾ മാറുകയുണ്ടായി. സംഘടന ശക്തരായി കഴിഞ്ഞ സമയത്താണ് നമ്മൾ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് നമ്മൾ പോവുകയുണ്ടായത്. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൈക്രോ ഫിനാൻസ് സംവിധാനം എന്ന് പറയുന്നത് SNDP യോഗത്തിൻ്റെതാണ്. ഈ പറയുന്ന ബംഗ്ലാദേശിൽ അന്ന് 2200 കോടി രൂപ കൊടുത്ത നേതാവിനാണ് അവിടെ നോബൽ പ്രൈസ് പോലും കിട്ടിയതെങ്കിൽ ഇന്ന് ഏതാണ്ട് SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ 15,000 കോടി രൂപയോളമാണ് മൈക്രോ ഫിനാൻസിൽ കൂടെ നമ്മുടെ സഹോദരന്മാർക്കും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുകയുണ്ടായി. ഏറ്റവും കൂടുതൽ യോഗത്തിന്റെയും യൂണിയന്റെയും ശാഖായോഗത്തിന്റെയും വനിതാ സംഘത്തിന്റെയും നേതാക്കന്മാർ പഴിയേക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതും. കാര്യം നമുക്കറിയാം ഈ പറയുന്ന മൈക്രോ നിങ്ങളിരിക്കുന്ന എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് മൈക്രോ ഫിനാൻസ് നടക്കുന്നുള്ളത്. യോഗവുമായി യാതൊരു ബന്ധമുള്ള കാര്യമല്ല. SNDP യോഗത്തിന്റെ അക്കൗണ്ടിലേക്കോ SNDP യോഗവുമായി യാതൊരു കാര്യം നമ്മുടെ കോട്ടയം യൂണിയനിൽ ഇപ്പൊ തന്നെ സാമ്പത്തിക മക്കലുണ്ട്. എങ്ങനെ SNDP യോഗം അറിയാൻ കഴിയും? കാര്യം ഇവിടെ സംബന്ധിച്ചോളം ഇതിന്റെ പണമിടപാട് നടത്തുന്നത് ഇവിടുത്തെ യൂണിയനാണ്. ഇപ്പൊ യൂണിയൻ ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഇരിക്കുകയാണെങ്കിൽ ഈ ഭരണസമിതി ഇവിടെ ഞങ്ങളെ ലോൺ എടുക്കുന്ന നിങ്ങളിലേക്ക് പണം എത്തിക്കുവാൻ നമ്മൾ മൈക്രോ യൂണിറ്റുകൾ നമ്മളിപ്പോ 1000 അല്ലെങ്കിൽ 100 മൈക്രോ യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ ഈ മൈക്രോ യൂണിറ്റുകൾ 6 മാസം നിങ്ങൾ ഏത് ഒരു നാഷണലൈസ്ഡ് ബാങ്കുമായി അതിന്റെ ട്രാൻസാക്ഷൻ നടന്നു കഴിയുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന നാഷണലൈസ്ഡ് ബാങ്കുകാർ തന്നെ അവർ തീരുമാനിക്കും ആർക്കൊക്കെ കൊടുക്കണം. ഈ പറയുന്ന 100-ൽ 95 എണ്ണം കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ യൂണിയന്റെ പ്രസിഡന്റും സെക്രട്ടറിയും കൂടാണ് കൊണ്ടുപോയി ജനറൽ സെക്രട്ടറി എടുത്ത് കൊടുക്കുമ്പോൾ ആകെ കൊടുക്കുന്ന ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ മാത്രമാണ് ഈ ബാങ്കിന് കൊടുക്കുന്നത്. നമുക്കറിയാം ഇന്ത്യൻ പ്രസിഡന്റോ പ്രധാനമന്ത്രി പോലും വിചാരിച്ചാൽ 1 രൂപ പോലും ലോൺ തരുവാനുള്ള സാഹചര്യം അല്ലെങ്കിൽ അനുവാദം തരുവാൻ ഒരു ബാങ്കിലെ മാനേജർ തയ്യാറായില്ല. കാര്യം കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റുകൾ ആവശ്യമാണ്. ആ ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനിക്കുന്നത് ഈ പണം കൃത്യമായി നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് വരികയാണ്. ഇത് പണ്ട് നമുക്ക് പറ്റിയ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ കിട്ടിയ പണം നിങ്ങൾ കൊണ്ടുപോയി അത് തിരിച്ചടവ് നടന്ന സമയത്ത് യൂണിയനിലേക്ക് അടയ്ക്കുകയും ആ യൂണിയനിലേക്ക് അടച്ച പണം നേരെ ചില യൂണിയനുകൾ സാമ്പത്തികമായി ഇപ്പൊ ചേർത്തല യൂണിയൻ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 36 മാസത്തേക്ക് ലോൺ കൊടുത്തിട്ട് അത് തിരിച്ച് 24 മാസത്തിന് ആ പണം മൊത്തം തിരിച്ചു വാങ്ങി. അവിടെ ബാങ്കിന് ലോൺ കിട്ടിയത് ഏതാണ്ട് 10%-15% 15% കിട്ടിക്കഴിഞ്ഞപ്പോ 7% കൂട്ടി പലിശയ്ക്ക് അവിടെ കൊടുത്തു. അങ്ങനെ ചില യൂണിയനുകളിൽ ഏതാണ്ട് കേരളത്തിലെ 8-10 യൂണിയനുകളിൽ സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഉണ്ടായി കഴിഞ്ഞപ്പോൾ സിവിലായും ക്രിമിനലായും അവർക്കെതിരെ അന്വേഷണം നടത്തുകയും നടപടിയെടുക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോ ഈ ആളുകൾ SNDP യോഗത്തിനെതിരെ തിരികുകയും ഇവര് SNDP യോഗത്തിനെതിരെ പരാതികളും അല്ലെങ്കിൽ ഈ പറയുന്ന ആക്ഷേപങ്ങളും ഒക്കെയായി വരികയുണ്ടായി. ഇവരെ സംബന്ധിച്ച് നമുക്ക് എങ്ങനെ നടപടിയെടുക്കാതിരിക്കാൻ കഴിയും? പലപ്പോഴും SNDP യോഗത്തെ പഠിക്കുന്ന സമയത്ത് ഒന്നാലോചിക്കണം. ഏത് യൂണിയനിലും എവിടെയെങ്കിലും സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായാൽ അത് തീർച്ചയായും അത് അന്വേഷണം അവിടെ പരാതികൾ എത്തിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും നടപടിയെടുക്കുകയും SNDP യോഗം 100% ചെയ്തിരിക്കും. ഇവിടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ എന്തെങ്കിലും സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദി ഈ പറയുന്ന മുഖ്യമന്ത്രിയാണ് എന്ന് പറയുന്നത് പോലാണ് യോഗവും ഈ പറയുന്ന മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന 10,000-75,000 മൈക്രോ യൂണിറ്റുകൾ നമുക്കുണ്ട്. ഇവിടെ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആ പരാതികൾ വരാതെ നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? ഇത് പലപ്പോഴും ഇങ്ങനെ ഉണ്ടായിട്ടുള്ള 10-12 യൂണിയൻ ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായി നടപടിയെടുക്കുകയും അന്വേഷണം നടത്തുകയും സിവിലായും ക്രിമിനലായും കേസുകൾ കൊടുക്കുകയും പല ആളുകൾ അകത്ത് പോകുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇപ്പൊ കോട്ടയം സംബന്ധിച്ചോളം ഉണ്ടായിട്ടുള്ളത് മകമാറ്റി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. അതിന്റെ കണക്കുകൾ മുഴുവൻ അടുത്ത ദിവസം വളരെ വ്യക്തമായി പരമാവധി 1-1.5 മാസത്തിനുള്ളിൽ തന്നെ അത് തീർക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ മേഖല സംഘടനാപരമായ ചരിത്രപരമായിട്ടുള്ള വളർച്ച ഈ പറയുന്ന 30 വർഷക്കാലം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ പോലെ തന്നെ സാമ്പത്തികമായി വലിയ വളർച്ച നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന മറ്റൊരു മേഖലയാണ് ഈ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത്. കാര്യം ഏതാണ്ട് 100 ഈഴവ കുട്ടി കേരളത്തിൽ ജനിച്ചാൽ അതിൽ 10 കുട്ടികൾക്ക് പോലും പഠിക്കാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ SNDP യോഗത്തിന്റെയും മെസൺ ട്രസ്റ്റിന്റെയും കീഴിൽ മൊത്തമായി എടുത്തു നോക്കിയാൽ നമ്മുടെ കയ്യിൽ ഇല്ല.
കാര്യം ഇന്നത്തെ യോഗ നേതൃത്വം വന്ന ശേഷം പണ്ട് എസ് എൻ ട്രസ്റ്റ് ഒന്നും SNDP യോഗം രണ്ടായി പ്രവർത്തിക്കുന്ന ഒരു രീതിയായിരുന്നുവെങ്കിൽ അത് പരിപൂർണമായി മാറ്റി ഇന്ന് SNDP യോഗത്തിന്റെയും എസ് എൻ ട്രസ്റ്റിന്റെയും വളർച്ച, വിദ്യാഭ്യാസ വളർച്ചയെ നമുക്ക് ഒന്നായി കാണേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ നിലനിൽക്കുന്നത്.